كثيرا طيبا مباركا فيه ربنا ويرضى. صلى الله وسلم على نبينا محمد وآله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആർക്കപ്പത് ക്ലാസ്? നീ നാട്ടിലൊക്കെ ചെയ്യണ പോലെ തറാവീഹ് കഴിഞ്ഞ് വിത്ർ നിസ്കരിക്കാണ്ട് ക്ലാസ് നടത്തണം, എന്നാലും ആൾക്കാർ ഇരിക്കുള്ളൂ അല്ലേ? നാട്ടിലിപ്പോ പല പള്ളികളിലും തറാവീഹ് കഴിഞ്ഞിട്ട് വിത്റിന്റെ മുമ്പ് ക്ലാസ് കയറില്ലാതെ കെട്ടിയതാണ്. എല്ലാ സുത്തറിനും ഉണ്ടാവല് അതന്നെ എന്റെ ക്ലാസ് പറ്റാണ്ടാണോ? ഇത്രന്നുണ്ടാവല് തന്നെ ഓരോ ആൾക്കാർക്ക് ഒരു പേടിയും ഗൗരവൊന്നും ഇല്ലാണ്ടായിക്കണം അല്ലേ? മുമ്പൊക്കെ നമ്മള് ക്ലാസ്സിൽ ചുരുങ്ങിയ 50 പേരെങ്കിലും മുമ്പുണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പൊ ആളുകൾക്ക് ക്ലാസ് പേടിയായിക്കുന്നു തോന്നുന്നു. ക്ലാസ്സിനെ പേടിയാണ്, അതാണ് പേടിയല്ല. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനായി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിന്റെ പ്രതിഫലം, മലക്കുകളുടെ പ്രാർത്ഥന അല്ലാഹു നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ പള്ളിയിൽ കുറെ പേരിങ്ങനെ ഇരുന്ന് ദിക്ർ ചെല്ലുന്നുണ്ട്. വേറെ ഒരു ഭാഗത്ത് ഒരാളിങ്ങനെ ഖുർആൻ ഓതിയിട്ട് അതിനിങ്ങനെ അർത്ഥം പറഞ്ഞ് തഫ്സീർ പറഞ്ഞിങ്ങനെ ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ വിഭാഗത്തിനെ ഒഴിവാക്കി രണ്ടാമത്തെ വിഭാഗം അഥവാ ആ ക്ലാസ് എടുക്കുന്ന സദസ്സിൽ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് അത് കേട്ടു. ഹദീസിലുണ്ട്. ആരാ ക്ലാസ് കേട്ടത്? ക്ലാസ് ആരാ കേട്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആ പ്രസംഗിച്ചത് ആരാ? റസൂലുള്ളാഹിന്റെ ശിഷ്യനാണ്, സ്വഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിവ് എന്തായാലും സ്വഹാബിക്ക് ഇല്ലല്ലോ അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ആ സമൂഹത്തിൽ ഏറ്റവും അറിവുള്ള ആള്. ഇവർക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നതും ഖുർആന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ സ്വഹാബി ക്ലാസ് എടുക്കുന്നത് കേട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന ആ ക്ലാസ് മുഴുവൻ കേട്ടു എന്നാണ്. പക്ഷെ നമ്മളെ ആളുകൾക്ക് റസൂലുള്ളാഹിനെക്കാളും വിവരം, അതുകൊണ്ട് അവർക്ക് ക്ലാസ് ഒന്നും വേണ്ട, അവരൊക്കെ തികഞ്ഞ് പഠിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മള് റമദാൻ മാസം നമ്മൾ തുടക്കത്തില് പറയുകയുണ്ടായി, സാധാരണ പോലെ ഉറങ്ങണം, സാധാരണ പോലെ സമ്പാദിക്കണം, സാധാരണ പോലെ തിന്നണം എന്നുള്ളവർക്ക് റമദാൻ ഉറക്ക മാസവും തീറ്റ മാസവും കച്ചവട മാസവും മാറുന്നു. മറിച്ച് റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് കുറച്ച് സമയം രാത്രിയിൽ, റമദാന്റെ രാത്രി ഏറ്റവും പുണ്യം നിറഞ്ഞ നിമിഷങ്ങളാണ്. കുറച്ച് പകല് വീട് പോകാതിരിക്കാൻ വേണ്ടി ഒരു 3 മണിക്കൂർ, ഒരു 3.5 മണിക്കൂർ ഉറങ്ങുക. ബാക്കി സമയം ഇതുപോലെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഖുർആൻ പാരായണമോ അല്ലെങ്കിൽ ദുആകളോ ഇബാദത്തുകളോ ആയി റമദാന്റെ രാത്രികളെ ജീവിപ്പിക്കണം. അപ്പോഴാണ് ആ പുണ്യം കിട്ടുക. അതുപോലെ റമദാനിൽ കൂടുതൽ പരലോകത്തേക്കുള്ള സമ്പാദ്യത്തിന് പ്രാധാന്യം നൽകി പള്ളിയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയും വേണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഒരു 10 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു വിഷയമാണ് വീണ്ടും പറയാൻ പോകുന്നത്. ഫലൈസ മിന്ന,
ഓർമ്മണ്ടോ? മുമ്പ് നമ്മൾ പറഞ്ഞ് ഫലൈസമിന്ന അല്ലെ? അന്ന് ക്ലാസ്സിലുള്ളവർ ആരൊക്കെ ഉണ്ട് ഇപ്പോ? ഭൂരിഭാഗം അന്ന് ക്ലാസ്സുള്ളവർ തന്നെയാണ് അല്ലെ? ശരി. അതായത് നമ്മളെല്ലാം വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങള് എല്ലാവരും മുസ്ലിങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ കറക്റ്റ് ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, ഖുൽ, നബി അവരോട് ചോദിക്കുക, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങളെല്ലാം നഷ്ടമായി പോകുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ എന്ന് ചോദിക്കുക. الذين ضل سعيهم في الحياة الدنيا يحسبون أنهم يحسنون صنعا. ആരാണ് അവര്? അവർ ദുനിയാവിൽ നല്ലതിനെന്ന് കരുതിക്കൊണ്ട്, ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോയവരാണ്. എന്നാൽ അവർ വിചാരിക്കുന്നു ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞങ്ങളുടെ റൂട്ടാണ് ശരിയായ റൂട്ട്, ഞങ്ങൾ പറയുന്നതാണ് കറക്റ്റ്, ഇങ്ങനെ ഞങ്ങൾ ശരിയാണ് എന്ന രീതിയിൽ അവർ വിചാരിക്കുന്നു എന്ന്. അങ്ങനെയുള്ള ആളുകളുടെ കർമ്മങ്ങൾ, അതായത് ചെയ്യുന്നത് അള്ളാഹും റസൂലും പഠിപ്പിച്ചത് തന്നെയാണോ, ഖുർആനും സുന്നയും തന്നെയാണോ, അതിന്റെ ഇത്തിബാ ആണോ എന്ന് പരിശോധിക്കാതെ ഒരു ഓർഡിനറി കർമ്മങ്ങളുമായി ആശ്വാസത്തോടെ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന ആളുകൾ, പക്ഷെ അവസാനം ചെന്ന് നോക്കുമ്പോ അത് ഓട്ടബക്കറ്റ് കൊണ്ട് വെള്ളം കോരിയത് പോലെ ഉണ്ടാവും. ഓട്ടബക്കറ്റ് വലിയൊരു ബക്കറ്റാണ്, ബക്കറ്റ് വലുതാണ്, വെള്ളം കിണറിൽ നിന്ന് നിറച്ചെടുത്തിട്ടുമുണ്ട്. പക്ഷേ അത് കോരി മുകളിലേക്ക് എത്തിയപ്പോഴോ ഒന്നുമില്ല. അപ്പൊ പറയണേ, ഞാന് വെള്ളം നിറച്ചു കോരിയതാണ്, ഇത് വലിയ ബക്കറ്റിൽ വെള്ളം നിറച്ചു കോരി, എന്നിട്ട് വെള്ളം അവിടെ പോയി. കോരിയത് നിറച്ച് തന്നെയാണ്, ബക്കറ്റ് വലുത് തന്നെയാണ്, പക്ഷെ ബക്കറ്റിന് എന്തുണ്ട്? ഓട്ടുണ്ട് അല്ലെ? ആ ഓട്ട പരിശോധിക്കാതിരുന്നാൽ വെള്ളം മുഴുവൻ പോകും. ഇതേപോലെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, ഞാൻ ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ നിറയെ ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എന്തേ എന്ന് പരലോകത്ത് ചെന്നുകൊണ്ട് അവിടെ വ്യാകുലപ്പെടാതിരിക്കാനാണ് നാം എപ്പോഴും നമ്മുടെ കർമ്മങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം, ഇടയ്ക്കിടയ്ക്ക്. അതാണ് സലഫികളുടെ പ്രത്യേകത. എന്താ അറിയും? അവര് പുതിയത് പഠിച്ചുകൊണ്ടേയിരിക്കും. പഠിച്ചപ്പോ തന്നെ നിൽക്കൂല, ഇൽമ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവരുടെ കർമ്മങ്ങളും അവരുടെ സ്വഭാവവും രീതിയും ചര്യകളും മാറിക്കൊണ്ടേയിരിക്കും. എന്താണ്? നമുക്ക് ഇപ്പോഴും അറിയുന്നതിനേക്കാൾ അറിയാത്തതാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ അറിവിന് അറ്റമില്ല, അന്ത്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ട് പോയത് മുഴുവൻ ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടോ? എത്രയോ ഹദീസുകളാണ് നമുക്കറിയാത്തത്. തുച്ഛം ഹദീസല്ലേ നമുക്കറിയുള്ളൂ, ബാക്കിയൊക്കെ അറിയാത്തതല്ലേ. അപ്പോൾ അതാണ് സലഫികൾ എന്ന് പറഞ്ഞാൽ, മുൻഗാമികൾ, ആ സലഫുകൾ പോയ വഴിയിൽ പോകുന്നവർ. അപ്പൊ അതിങ്ങനെ തേടിക്കൊണ്ടിരിക്കും, എന്നിട്ട് അതിങ്ങനെ പിൻപറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മള് പരിശോധിക്കണം ഞാൻ കറക്റ്റ് ആണോ എന്ന്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, جاء ثلاثة رهط إلى بيوت أزواج النبي صلى الله عليه وسلم يسألون عن عبادة النبي صلى الله عليه وسلم. വലിയൊരു ഹദീസാ, അത് വായിച്ചാൽ നമ്മുടെ സമീപത്ത് തന്നെ കഴിയും. എന്താ ഹദീസിൽ പറയുന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വീട്ടിലേക്ക് മൂന്ന് ചെറുപ്പക്കാരെ വന്നു. അള്ളാഹുവിന്റെ റസൂൽ അപ്പൊ വീട്ടിൽ ഉണ്ടായിരുന്നു. ഉമ്മ ആയിഷ അള്ളാഹിനോട് ചോദിച്ചു, അൻ ഇബാദത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹുവിന്റെ ഇബാദത്തിനെ കുറിച്ചിട്ട്, നബി ഇബാദത്ത് എങ്ങനെയൊക്കെ ചെയ്യല്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ഇബാദത്തൊക്കെ ആയിഷ ഉമ്മ പറഞ്ഞു കൊടുത്തു. അപ്പോ അവരെ പറയുകയാണ്, നബി ചെയ്യുന്നതൊക്കെ അവർക്ക് കുറച്ചായി തോന്നി. ഇത്ര കുറച്ച് ചെയ്യുന്നുള്ളൂ? നബി എന്ന് പറഞ്ഞ പകല് രാത്രി ഉറങ്ങലില്ല, പകല് ഭക്ഷണം കഴിക്കലില്ല, ഏത് സമീപത്താന്ന് അവര് വിചാരിച്ച്. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നിസ്കരിക്കും, വരും,
അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്ന് ഇശാന്റെ സുന്നത്ത് നമസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് റസൂൽ ഉറങ്ങും. ഉറങ്ങിയിട്ട് എഴുതിട്ട് തഹജ്ജുദ് നമസ്കരിക്കും. ഒരു 4 റക്അത്ത് നിസ്കരിക്കും. പിന്നൊന്നും കൂടെ ഒന്ന് മയങ്ങും. പിന്നെ വീണ്ടും എണീക്കും. വീണ്ടും 4 റക്അത്ത് നിസ്കരിക്കും. പിന്നൊന്ന് മയങ്ങും. പിന്നെ റസൂൽ എണീക്കും. അവസാനം സുബ്ഹിന്റെ മുമ്പായിട്ട് വിത്ർ നിസ്കരിക്കും. അപ്പൊ ഉറങ്ങും, നിസ്കരിക്കും, ഉറങ്ങും. അത് ശരി, മൂപ്പര് ഇങ്ങനെ ഉറങ്ങും നിസ്കരിക്കുക. നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ മുഴുവൻ എടുക്കും. പിന്നെ ഷഅബാനിൽ കുറച്ച് കൂടുതൽ എടുക്കും. പിന്നെ എല്ലാ മാസവും 13, 14, 15 എടുക്കും. പിന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച എടുക്കും. പിന്നെ അറിയപ്പെടുന്ന സുന്നത്ത് നോമ്പുകളുണ്ടല്ലോ, അറഫ നോമ്പും അതുപോലെ തസ്വ, ആശൂറ നോമ്പൊക്കെ എടുക്കും. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഇത്രേ ഉള്ളൂ നബി ചെയ്യുന്നുള്ളൂ. അവർക്കത് കുറച്ചായി തോന്നി. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, നബി എവിടെ കിടക്കുന്നു, നമ്മൾ എവിടെ കിടക്കുന്നു? അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ. മുൻപും പിൻപുമുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ആളാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയാ പോരാ. എന്നിട്ട് അവർ പറഞ്ഞു, ഒരാൾ പറഞ്ഞ് നമ്മൾ കുറെ കേട്ടിട്ടുള്ള വിഷയം അല്ലെ, അതുകൊണ്ട് ഇത് ആവർത്തിക്കണ്ട. ഒരാൾ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യില്ല, ഞാനിഞ്ഞ് കാലം മുഴുവൻ ഞാൻ കാലം മുഴുവൻ നോമ്പെടുക്കും, നോമ്പ് മുറിക്കുകയില്ല, എന്നൊരിക്കും നോമ്പായിരിക്കും. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ പെണ്ണുങ്ങളൊക്കെ ഒഴിവാക്കും. ഇനി എനിക്ക് കല്യാണവും ഇല്ല, നിക്കാഹും ഇല്ല, പെണ്ണും ഇല്ല, ഒന്നും വേണ്ട. ഞാനിനി വിവാഹം കഴിക്കാതെ വെറും ഇബാദത്ത് തന്നെ. അങ്ങനെ ഓരോരുത്തരും ഓരോന്നിങ്ങനെ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, അമ്മ അനഫ ഇന്നി ഉസല്ലി ലൈല അബദാ. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ രാത്രി ഉറങ്ങുകയില്ല, വെറും നിസ്കാരം തന്നെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അറിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അൻതുമുല്ലദീ ഖുൽതും കദാ വകദാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുവോ? അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅതഖാകും ലഹു. തീർച്ചയായും അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങൾ എല്ലാവരെക്കാളും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവനും തഖ്വയുള്ളവനും ഞാനാണ്. അതുകൊണ്ട് ഞാൻ നോമ്പെടുക്കുകയും അത് വിടാറുമുണ്ട്. അഥവാ റമദാൻ അല്ലാത്ത സമയത്ത് ഞാൻ ചില ദിവസങ്ങൾ നോമ്പെടുക്കുന്ന ദിവസം നോമ്പെടുക്കില്ല. അതുപോലെ തന്നെ ഞാൻ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ രാത്രിയിൽ നിസ്കരിക്കുകയും അതുപോലെ ഉറങ്ങുകയും ചെയ്യാറുണ്ട്. എന്റെ സുന്നത്തിനെ ഏതൊരാൾ പിൻപറ്റുന്നില്ലയോ, അതിനെ ഒഴിവാക്കുന്നുവോ, അവരെന്നിൽ പെട്ടവരല്ല. അപ്പോ അധികമായിട്ട് ഓവറായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, എന്തല്ല, എന്നിൽ പെട്ടവരല്ല എന്ന് പറയണ്ടായി. അപ്പൊ ഒന്നാമത്തെ വിഭാഗം ആരാണ്? നിസ്കരിക്കാത്തവരും നോമ്പെടുക്കാത്തവരൊന്നും അല്ല, അത് ഓവറായിട്ട് ചെയ്യുന്ന ആളുകൾ എന്നിൽപ്പെട്ടവരല്ല. എന്നിൽപ്പെട്ടവരല്ല അതിന്റെ അർത്ഥം എന്താ? എന്നിൽപ്പെട്ടവരല്ല എന്നതിന്റെ അർത്ഥം എന്താ? ആരല്ല? മുസ്ലിമിനെ പടച്ചൊക്കെ നിസ്കരിച്ചിട്ട് നോമ്പ് മുസ്ലിം അല്ലാന്ന് പറയേ അല്ലേ? ഈ ത്വരീക്കത്തുകാരുണ്ടല്ലോ, ത്വരീക്കത്തിൽ ഉറങ്ങാതെ കഞ്ചാവ് അടച്ച് നടത്തുന്ന കുറെ സൈസുകളുണ്ട്. മനസ്സിലായ? ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കഞ്ചാവ് അടിച്ചിട്ട് ഇങ്ങനെ തീയെടുത്തിട്ട് അവസാനം ഇവരെന്താ അറിയോ, അതോട് ചുരുക്കി വരും. ഇതിപ്പോ മുഴുവൻ പറയാൻ സമയമില്ലാണ്ട് എന്താ കേട്ടില്ലേ? അവർക്കെത്തി. എന്താ സംഭവം? ഓവറായതാണ്, തീരിൽ ഓവറായതാണ് അല്ലേ? ഇങ്ങനെ കുറെ ശബ്ദങ്ങൾ കൊണ്ടൊക്കെ ഓവറാക്കിയിട്ട് ഇങ്ങനെ ഈ രീതികളൊന്നും എന്തല്ല, ഇസ്ലാമുള്ള അത്തരം ആളുകൾ മുമ്പിൽ പെട്ടവരല്ല എന്നാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നമ്മുടെ വഴിയിലോ അല്ലെങ്കിൽ നമ്മുടെ വഴി പിൻപറ്റിയവരോ അല്ല എങ്കിൽ അവര് നമ്മിൽപ്പെട്ടവരല്ല. അത് നമ്മുടെ വഴിയല്ല, അത് നമ്മുടെ ത്വരീഖത്തല്ല. അപ്പൊ നമ്മൾ ആരെ ത്വരീഖത്ത സ്വീകരിക്കേണ്ടത്? നമ്മുടെ ത്വരീഖത്ത് അതാ.
നമ്മളെ ത്വരീഖത്ത് ഏതാണ്? ത്വരീഖത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മുടെ ത്വരീഖത്ത്. അല്ലാതെ ഷാദുലി, നഖ്ശബന്ദി, ഖാദിരി എന്ന് പറഞ്ഞുള്ള ത്വരീഖത്തൊന്നല്ല. അതൊന്നും യഥാർത്ഥ ത്വരീഖത്തല്ല. ത്വരീഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ശരിയാണോ എന്ന്. പിന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഹമല അലൈന സിലാഹ ഫലൈസ മിന്നാ. ഒരു മുസ്ലിമിന്റെ നേരെ വാളോങ്ങുന്നവൻ, കത്തി ചൂണ്ടുന്നവൻ, ബോംബെറിയുന്നവൻ, ഒരു മുസ്ലിമിനെ മരണഭയം ഉണ്ടാക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. ഒരു മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികളെ മരണഭയം ഉണ്ടാക്കുന്നവൻ അല്ല. നിന്നെ ഞാൻ നിന്റെ കഥ ഞാൻ കിഴിക്കോടെ എത്ര എന്നൊരുത്തർ പറഞ്ഞ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി. അവൻ മുസ്ലിമല്ല. ഒരു മുസ്ലിമിനോട് അങ്ങനെ പറയാൻ പാടില്ല. കത്തി ചൂണ്ടാൻ പാടില്ല. നിന്നെ ഞാൻ ബോംബെറിഞ്ഞ് കൊല്ലുന്നവരെ ഭീഷണിപ്പെടുത്താൻ പാടില്ല. മരണഭയം ഒരു മുസ്ലിമിന് ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കിയാൽ അവൻ മുസ്ലിമല്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, മുസ്ലിങ്ങളെ വഞ്ചിക്കുന്നവനും അവരിൽപ്പെട്ടവനല്ല. മുസ്ലിങ്ങളെ വഞ്ചിക്കുക, അത് വാക്കുകൊണ്ടോ പൈസ കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ ചീറ്റ് ചെയ്യുന്ന മുഅ്മിനീങ്ങളെ ചീറ്റ് ചെയ്യുന്നവൻ മുസ്ലിമല്ല, നമ്മിൽ പെട്ടവനല്ല. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ വഞ്ചന കാണിച്ച വ്യക്തിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് കാണാൻ കഴിയും. ഒരാള്, നമ്മൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് അല്ലെ, മദീന ചന്തയിൽ ഗോതമ്പ് വിൽക്കുന്ന ഒരു സ്വഹാബി. അദ്ദേഹത്തിന്റെ ഗോതമ്പിന്റെ മുകൾ ഭാഗം ഉണങ്ങിയതും താഴെ ചാക്ക് നനച്ചിട്ടുണ്ട്. അപ്പൊ നബിക്കൊരു സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നോമ്പെടുക്കാൻ മാത്രം പഠിപ്പിച്ച ആളല്ല, ജീവിതം മുഴുവൻ ഇസ്ലാമികമാകണമെന്ന് പഠിപ്പിക്കാമെന്ന ആളാണ്. റസൂൽ ചന്തയിൽ ഇങ്ങനെ പോയിട്ട് ആ ചാക്കിന്റെ അടിയിൽ നനഞ്ഞിട്ട് മുകളിലൊക്കെ നല്ല ഉണങ്ങി. റസൂൽ കൈ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയിട്ട് വാരി നോക്കുമ്പോൾ നനഞ്ഞ ഗോതമ്പ്. അപ്പൊ ചോദിച്ചു, റസൂൽ ചോദിച്ചു, ഓ ഭക്ഷണം വിൽക്കുന്നവനെ, ധാന്യ കച്ചവടക്കാരാ, ഇതെന്താ സംഗതി? പല അസാബത്തുസമ, അത് ആകാശത്ത് നിന്ന് ഇറങ്ങിയ ഒരു മുസീബത്താണ്. എന്താ പറയുക? ആകാശത്ത് നിന്ന് ഇറങ്ങിയ ഒരു മുസീബത്ത്. എന്താ മഴ പെയ്തു പോയി, ഇടകറാക്കിയത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അഫലാ ജഅൽതഹു ഫൗഖ തുആമി കൈ യറാഹു നാസ്. അപ്പോൾ നിനക്ക് അത് ഉണക്കിയിട്ട് ജനങ്ങൾക്ക് കൊടുക്കായിരുന്നില്ലേ? അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണാവുന്ന രൂപത്തിൽ ആ ഉണക്ക മാറ്റിയിട്ട് പച്ച വെക്കാമായിരുന്നില്ലേ? എന്തിനാ പച്ച അടിയിൽ ഉണക്ക മേളിൽ വെച്ചത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഗശ്ശ ഫലൈസ മിന്നീ. നമ്മളെ വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അപ്പൊ കച്ചവടക്കാർക്ക് ഗോതമ്പ് പോട്ടെ, അല്ലാത്ത സാധനമൊക്കെ ഉണ്ടല്ലോ. ഞാന് 10 ഒരു 25 കൊല്ലം മുമ്പ് ഞാൻ കട്ടില് വാങ്ങി. അൽഹംദുലില്ലാഹ് കട്ടിലിന്റെ പൈസ മുതലായി. 25 കൊല്ലം മുമ്പ് ഒരു കട്ടില് വാങ്ങി. അങ്ങനെ കട്ടില് വാങ്ങിയിട്ട് ഒരു കൊല്ലം കഴിയും തോറും, ഓരോ കൊല്ലം കഴിയും തോറും അതിന്റെ ഓരോ ഓട്ടകൾ ഇങ്ങനെ കണക്ക് തുടങ്ങി. വാങ്ങി തേക്കിന്റെ കട്ടില വാങ്ങിയിട്ട് അന്ന് എന്നെ കൊണ്ട് താങ്ങാവുന്ന അപ്പുറത്ത് പൈസയാണ് അത്. എനിക്ക് 1200 രൂപ ശമ്പളം ഉള്ളപ്പോ 3500 രൂപയുടെ കട്ടിലാണ് തന്നെ. തേക്കിന്റെ കട്ടില് ആദ്യമായിട്ട് താമസം മാറുമ്പോ പിന്നെ ഒരു കട്ടില് വാങ്ങിച്ചത്. അത് പല മാസങ്ങളായിട്ട് കുറേശ്ശെ കൊടുത്തു തീർത്തത്. അങ്ങനെ അവസാനം ഓരോ വർഷം കഴിയുമ്പോൾ അതിന്റെ ഓരോ ഭാഗത്ത് എന്താണ് മൂപ്പരെന്താ ചെയ്തിരിക്കണേ? സംഭവം തേക്കൊക്കെ തന്നെ. എന്താ തേക്ക്? എന്ത് തേക്കാണ്? എല്ലായിടത്തും ഓട്ടയാണ്. അതുമൊക്കെ തന്നെ എന്തിരിക്കാണ്? ആ അതുണ്ടല്ലോ, ഗമ്മിട്ട് ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ മരപ്പൊടിയിട്ട് അടച്ചിട്ട് തന്നിക്ക. അവസാനം പെടുത്ത് നോക്കുമ്പോട്ട് ആ കട്ടില് മൊത്തം ഓട്ടക്കട്ടില്ല അല്ലേ? സംഭവം ഞാൻ പൊരുത്തപ്പെട്ടു. കാരണം ഇത്രയും കൊല്ലം ഉപയോഗിച്ചില്ല. അത് സാധനം നല്ല തേക്കായതുകൊണ്ട് ഉപയോഗിച്ച്. പക്ഷെ എന്താണ്, എല്ലായിടത്തും ആകെ ഓട്ടയായിട്ടുള്ള കട്ടില് അല്ലെ? ഞാൻ പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിലോ അയാളെ കാര്യം പോക്ക അല്ലേ? അപ്പൊ അങ്ങനെ കട്ടില് വിൽക്കുന്നവനാണെങ്കിലും, മരം വിൽക്കുന്നവനാണെങ്കിലും, അതുപോലെ ബാഗ് വിൽക്കുന്നവനാണെങ്കിലും, വസ്ത്രം വിൽക്കുന്നവനാണെങ്കിലും അതിനുള്ള പോരായ്മകൾ എടുത്തു പറഞ്ഞ് ഇതിന്റെ കുറവുണ്ടിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കുറവ് പറഞ്ഞുകൊണ്ട് കൊടുക്കണം, കുറച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ കച്ചവടം അങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിന് പോയാൽ എല്ലാവരെക്കാളും മുമ്പ് റസൂലുള്ളാഹിന്റെ ചരക്കുകളൊക്കെ വിറ്റ് കഴിയും, കൂടുതൽ ലാഭവും കിട്ടും. എന്താ അതിന്റെ മർമ്മം? അള്ളാഹുവിന്റെ റസൂൽ ഒരു സാധനവും മറച്ചു വെക്കൂല, തുറന്നു പറയും. അതിന്റെ കുഴപ്പമുണ്ട്, ഇതിന്റെ മേന്മണ്ട്
എന്ന് പറഞ്ഞ് വിൽക്കും. ആൾക്കാർക്ക് വിശ്വാസം, ആൾക്കാർ വന്ന് വാങ്ങിച്ചിട്ട് പോവാണ്. അപ്പോ ന്യൂനത പറഞ്ഞാൽ പോകില്ല എന്ന് പറഞ്ഞത് ശുദ്ധ മണ്ടത്തര പോകും. ആൾക്കാർക്ക് വിശ്വാസമാകും. ആ കടയിൽ പോയാലോ നല്ലതേ കിട്ടുള്ളൂ എന്ന് ആൾക്കാർക്ക് ബോധ്യം ഉണ്ടാവും. അതുകൊണ്ട് തീരുന്നത് ചരക്കുകൾ രണ്ടാം കട ചരക്കുകൾ ഫസ്റ്റ് ആണ് കേട്ടോ, ഫസ്റ്റ് ക്വാളിറ്റി ആണ് കേട്ടോ എന്ന് പറയുന്നത് വിൽക്കാൻ പാടില്ല. ഇതാണ് സാധനം, ഇതിന് ഇത്ര വില കിട്ടണം, വേണമെങ്കിൽ കിട്ടും. അല്ലാതെ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണ്, ദുനിയാവിൽ എവിടെയും കിട്ടാത്തതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ആൾക്കാരെ പറ്റിക്കരുത്. ഏതൊരാള് ഏതൊരാള് നമ്മളെ വഞ്ചിക്കുന്നുവോ അവർ നമ്മിൽ പെട്ടവരല്ല. അതാ അടുത്തോ അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മീശ വെട്ടാത്ത ആളുകൾ, നമ്മൾ ചെറിയ വിഷയാന്ന് കരുതണില്ലേ. ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ഏതാ മോഡല്, ഭഗത് സിംഗിന്റെ മോഡലും അതുപോലെ പിന്നെ ആരോരുത്തരുണ്ടല്ലോ കഞ്ചാവ് അടിച്ച ചങ്ങായി, എന്താ പേര്, ഇന്നലെ ഈ കമ്മ്യൂണിസത്തിന്റെ ഒരു യൂത്ത് ഉണ്ടല്ലോ നേതാവ്, ഒരു പേരെന്താണ് മറന്നുപോയി, ഉറക്കെ പറ, ചെക്കുവേര. ആഫ്രിക്കൻ കാട്ടിലൂടെ കഞ്ചാവ് അടിച്ച ആളുണ്ടല്ലോ, ലോകത്തെ ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ച, ഒരു നന്മയുമില്ലാത്ത കാലത്ത് മനുഷ്യരെ നന്മയിലേക്ക് ക്ഷണിച്ച മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിനെക്കാളും സൗന്ദര്യമുള്ള ഒരു മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അത്ര സൗകുമാര്യമുള്ള ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ നാട്ടിൽ കിട്ടുന്ന മദ്യത്തിൽ ഒരു തുള്ളി പോലും കുടിച്ചു നോക്കിയിട്ടില്ല. എന്നിട്ട് ആ റസൂല പോരാ മോഡല്, കഞ്ചാവ് അടിച്ചുള്ള ചെറുവേര വേണം. എന്നിട്ട് ഓന്റെ മീശ, ഓന്റെ താടി, ചീവാത്ത തലമുടി, അല്ലേ, ആ സ്റ്റൈൽ. അതുപോലെ ഭഗത് സിംഗ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് പോരാടിയ നല്ലൊരു മനുഷ്യനാ. ആ നിലയിൽ അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ നമ്മുടെ വേഷത്തിലും നമ്മുടെ വിശ്വാസത്തിലും അതൊരിക്കലും ഒരു സ്ഥാനമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, മല്ലം യഅഖുദ് ശാരിബഹു ഫലൈസ മിന്നാ, മീശ വെട്ടാത്തവൻ നമ്മിൽ പെട്ടവനല്ല. അതാണ് മീശ എന്ത് ചെയ്യണം, മീശ ഇങ്ങനെ കൊമ്പ മീശാക്കിയിട്ട് ചില ആൾക്കാർക്ക് ചായ അങ്ങനെ കൊടുത്താൽ മതി, ഓൻ അരിച്ചോളും. അരിപ്പാണ് ഇങ്ങനെ കണ്ടാൽ തന്നെ ഛർദിക്കാൻ പറ്റുന്ന മീശ ഇങ്ങനെ വൃത്തിയോട്, അല്ലേ, മേൽചുണ്ട് ഇങ്ങനെ കാണുന്ന രൂപത്തിൽ മീശ വെട്ടണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യയാണത്. അത് സ്നേഹിക്കാത്തവർ, അത് പിൻപറ്റാത്തവർ ഫലൈസ മിന്നാ, നമ്മിൽ പെട്ടവരല്ല. അപ്പൊ കാര്യങ്ങൾ അവിടെ കിടക്കുന്നു മനസ്സിലാക്കണം. നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കാണ്ടെന്നുള്ള സമയം മനസ്സിലാക്കണം, അല്ലെ. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ചെറിയവരോട് കരുണ കാണിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല. പള്ളിയിലേക്ക് കുട്ടികളിങ്ങനെ വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ കുട്ടികൾ കളിക്കും, സ്വാഭാവികമാണ്. കുറച്ചൊക്കെ നമ്മള് അവരെ ഒതുക്കി നിർത്തുകയൊക്കെ ചെയ്യണം. പക്ഷെ എന്ത് ചെയ്ത് നിസ്കരിക്കണം അല്ലെ, പോടാ പുറത്ത്, ഇനി ഇങ്ങോട്ട് കയറെടുത്തിട്ടാ, ഇങ്ങനൊന്നും കുട്ടികൾ പറയാൻ പാടില്ല. നമ്മളെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാലേ അവരെ സ്വീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കാനും സ്വീകരിക്കാനും. പിന്നെ കുട്ടികളെ ഇങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെ കുട്ടികൾ, അവർ ചില ആൾക്കാരെ പള്ളിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് പള്ളിയിൽ വന്ന ഒരു നോട്ടാണ്. ആ നോട്ടത്തിൽ ഒരു ചോദ്യമുണ്ട്, അതൊക്കെ നിസ്കരിക്കാൻ തുടങ്ങിയ വെറുതല്ല, ഇങ്ങനെ മഴക്കാട് വെറുതല്ല, തണുപ്പ്, ഇങ്ങനെ ഓരോരോ വൃത്തികെട്ട വാക്കുകൾ വായന്നിങ്ങനെ പറയും, അല്ലേ. അവന്റെ തിന്മകളൊക്കെ അവൻ അള്ളാഹുവോട് പൊരുത്തപ്പെടിക്കാനും പ്രാർത്ഥിക്കാനും വന്നിട്ട് ചിലപ്പോ ഈ റമദാനോട് കൂടി അവനങ്ങ് നന്നാവും. പക്ഷെ നീയോ, അതുകൊണ്ട് തന്നെ നീരുത് മുതിർന്നവരെ ബഹുമാനിക്കണം. അതുപോലത്തെ ചെറിയവരോട് കരുണ കാണിക്കും. പള്ളിയിൽ വന്നാലും അതുപോലെ എവിടെ ചെന്നാലും ചെറിയവരോട് കരുണ കാണിക്കണം. ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വയഅരിഫ് ശറഫ കബീറനാ. വയസ്സായ ആൾക്കാരൊക്കെ ബസ്സിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാലേ, മുമ്പൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ആരും പറയണ്ട, അല്ലെ, നമ്മൾ എഴുന്നിട്ട് അവിടെ ഇരുന്നോളി, പാപ്പ അവിടെ ഇരുന്നോളി, അല്ലെ. ഇപ്പൊ ഒരു മൈൻഡിലെ കുട്ടികൾക്ക് സ്വന്തം പാപ്പ വന്നാൽ വേണമെങ്കിൽ എന്ത് ഇടിച്ചു കൊടുക്കും. ചിലപ്പോൾ പാപ്പയുടെ ഫ്രണ്ട്ലി ആണെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്നത്, അല്ലെ. അറിയുന്നവരെ മാത്രമല്ല അറിയാത്തവരെയും, വയസ്സായ ആളുകളെ, ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും
ആ പ്രായത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. മാത്രമല്ല അത് മുഅ്മിനീങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് അവരെ ബഹുമാനിക്കുകയും അവർക്ക് ആദരവ് കൊടുക്കുകയും ചെയ്യണം. കുട്ടികളോട് കരുണ കാണിക്കണം. കുട്ടികളെ എടുത്തിട്ടൊരു ഉമ്മ ബസ്സിൽ കയറിയാൽ സീറ്റ് ആരും കൊടുക്കുന്നതിൽ നമ്മൾ എഴുന്നേറ്റുകൊണ്ട് ആ ഉമ്മയ്ക്കല്ല ആദരവ്, ആ പിഞ്ചു പൈതലിനാണ്. ആ കുഞ്ഞിനൊരു ആദരവ് കൊടുക്കണം. ആ കുഞ്ഞിനൊരു കാരുണ്യം കാണിക്കണം നമ്മള്. അത് ആ ഉമ്മയ്ക്ക് സീറ്റ് കൊടുക്കുക. ആ ഉമ്മ കുഞ്ഞിനെ എടുത്ത് അവിടെ ഇരിക്കട്ടെ, അല്ലെ? അപ്പൊ അങ്ങനെയല്ല. അതുപോലെ ലൈനിൽ നിൽക്കുകയാണെങ്കിൽ വയസ്സായ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവർക്ക് നിർവഹിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ മുന്നോട്ട് വിടുക. പ്രായമായവരെ കൂടെ നിർത്താൻ പാടില്ല ക്യൂവിലൊന്നും. അവിടെ പോയി നിൽക്കുന്നു പറയും. ഇപ്പൊ അതാ സ്ഥിതി. വയസ്സായ ആൾക്കാരെ അവിടെ പിടിച്ചിങ്ങനെ മുന്നിക്കൂടെ എവിടേക്കാണ് ആശാനെ പോ പിന്നാലെ പോയി നിൽക്കുന്നു. അപ്പൊ മനസ്സിലാക്കുക അവൻ മുസ്ലിം അല്ല, അവൻ ഇസ്ലാമിക കൾച്ചറല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മുതിർന്നവരെയും ബഹുമാനിക്കുകയും ചെറിയോട് കരുണ കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നാലാമത്തെ വിഷയം, പെണ്ണുങ്ങളെ പോലെയും ആണുങ്ങളെ പോലെയും വേഷം കെട്ടുക, അല്ലെ? ഇപ്പൊ സകല പെൺകുട്ടികൾക്ക് ആണുങ്ങളെ പാൻറ്റേ കണ്ടുള്ളൂ, ആണുങ്ങളെ ഷർട്ടേ കണ്ടുള്ളൂ. അള്ളാഹു ദുനിയാവില് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തവരാ പെണ്ണുങ്ങള്. ആണുങ്ങളെക്കാളും കൂടുതൽ അള്ളാഹ് ഖുർആനിൽ ആരെടുത്ത് പറഞ്ഞ്? ഏതെങ്കിലും ആണുങ്ങളുടെ പേരില് സാധാരണക്കാരുടെ പേരിൽ ഒരു ഖുർആൻ ഉണ്ടോ? ഒരു അധ്യായം ഉണ്ടോ? ഇല്ലല്ലോ. ആകെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സൂറത്ത് മുഹമ്മദ് ഉണ്ട്, അല്ലെ? ബാക്കി ഏതെങ്കിലും പേര് സൂറത്ത് നൂഹുണ്ട്. നൂഹുണ്ട്. അപ്പോ എന്നാൽ വിശുദ്ധ ഖുർആനിൽ ലോകത്തിന് മുഴുവൻ മാതൃക എടുത്തു പറഞ്ഞ രണ്ട് പെണ്ണുങ്ങളെയാണ്. ഒന്ന് ആസിയ റളിയല്ലാഹു അൻഹയും, പിന്നെ മറിയം റളിയല്ലാഹു അൻഹയും, അല്ലെ? ഇങ്ങനെ സ്ഥാനം കൊടുത്ത വേറെ ആരുള്ളത്? അതേപോലെ തന്നെ സ്ത്രീകൾ എന്ന് പറയുന്നത് വീട്ടിലെ റാണിയാണ് എന്നും സ്വർഗം അവരുടെ കാൽക്കീഴിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തു. പക്ഷെ എന്നിട്ട് പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്ക് ആണുങ്ങളാകണമെന്നാണ്. ആണുങ്ങൾ ഡ്രസ് ഇട്ട് നടക്കുകയാണ്. അതിന് ഉത്തരവാദി ആരാ? മാതാപിതാക്കൾ തന്നെയാണ്. ചെറുപ്പത്തിലെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ ഡ്രസ് ഇട്ട് കൊടുക്കണം. അത് ചെറുതല്ലേ വെച്ചിട്ട് ആൺകുട്ടികളുടെ ജീൻസ് ഒക്കെ ഇട്ട് കൊടുത്താൽ ആ കുട്ടികൾ വളരെ വന്നാൽ തന്നെ ആവുന്നു. ആണുങ്ങളുടെ ഡ്രസ് പെണ്ണുകെട്ട ഒന്നാമത്തെ നഷ്ടം വരിക ലജ്ജ ഇല്ലാണ്ടാവുന്നു. ഒന്നാമത് ലജ്ജ ഇല്ലാണ്ടായി, ഈമാനും ഇല്ലാണ്ടായി, ഹയാ ഇല്ലാണ്ടാവും. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ തശബ്ബഹ ലൈസ മിന്നാ മൻ തശബ്ബഹ ബിർരിജാലി മിനൻ നിസാ വലാ മൻ തശബ്ബഹ ബിന്നിസാഇ മിനർ റിജാൽ. അതേ പുരുഷന്മാരോട് സദൃശമാകുന്ന പെണ്ണുങ്ങളും അതുപോലെ സ്ത്രീകളോട് സദൃശമാകുന്ന പുരുഷന്മാരും നമ്മിൽപ്പെട്ടവരല്ല. അപ്പൊ പെണ്ണുങ്ങളെ ഡ്രസ് ഇടരുത്, പെണ്ണുങ്ങളെ പോലെ മുടി വെട്ടരുത്, പെണ്ണുങ്ങളെ പോലെ താടി വെച്ച് താടി മീശയും വെച്ച് പെണ്ണുങ്ങളെ പോലെ ആക്കി നടക്കരുത്. മനസ്സിലായോ? മീശ പഠിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, മീശ പഠിക്കാൻ പറഞ്ഞിട്ടില്ല, മീശ വെട്ടാനാ പറഞ്ഞത്. ചില ആൾക്കാരാണ് മീശ പഠിക്കാൻ പറഞ്ഞിട്ട് മീശയും പഠിച്ച് താടി മുടി എന്നിട്ട് മുടിയും വളർത്തു. അങ്ങനെ ഉണ്ടാവും, അല്ലെ? അതുകൊണ്ട് അതേപോലെ പെണ്ണുങ്ങളെ പോലെ കഴുത്തിൽ ചങ്ങലയിടുന്ന ആളുകള്, കയ്യിൽ ചങ്ങലയിടുന്ന ആളുകള്, പെണ്ണുങ്ങളാണ് കഴുത്തിലും കയ്യിലൊക്കെ ചങ്ങലിടുന്ന രീതി. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താരും കഴുത്തിലും കയ്യിലൊന്നും ചങ്ങലയും അതുപോലെ തന്നെ വളയുമൊന്നും ഇട്ടിട്ടില്ല. വെള്ളി ഉപയോഗിക്കാമല്ലോ, ഹലാലല്ലേ? എടോ ഹലാലാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് മാലയിട്ടോ വളയിട്ടോ സ്വഹാബത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇന്നത്തെ ബിൽഗേറ്റ്സിനെക്കാളും 10 ഇരട്ടി സ്വത്തുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു മാലയിട്ടോ അല്ലെങ്കിൽ കയ്യിലൊരു വളയിട്ടോ ഇല്ലല്ലോ. അത് പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്, മാലയും വളക്കടല്. അവർ തമ്മിൽപ്പെട്ടവരല്ല. അതുപോലെ തന്നെ പെണ്ണുങ്ങളും ആണുങ്ങളെ പോലെ പാന്റും ഷർട്ടും ടീഷർട്ടും ഇട്ടുകൊണ്ട് നടന്നാൽ അവരും നമ്മിൽപ്പെട്ടവരല്ല. ചെറിയ കുട്ടിയാണെങ്കിലും വലുതാണെങ്കിലും പെണ്ണ് തന്നെയാണ്, അല്ലെ? ജമാഅത്തായി നിസ്കരിക്കുമ്പോ വീട്ടിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ സ്വന്തം മകൾ, നമ്മുടെ കരളിനേക്കാൾ നമുക്ക് സ്നേഹമുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോള് എവിടെ നിൽക്കണം? ഉപ്പാന്റെ അടിയിൽ ചേർന്ന് നിൽക്കാൻ പറ്റുമോ? സ്വന്തം ഉമ്മയാണ്, ഉമ്മാന്റെ കാൽക്കീഴ സ്വർണം അല്ല സ്വർഗം. ആ ഉമ്മ നിസ്കരിക്കുമ്പോ എവിടെ നിൽക്കണം? ഉമ്മ പിന്നിൽ നിൽക്കണം, ഒരു സഫ് മാറി പിന്നിലേക്ക് നിൽക്കണം. തന്റെ മോളാണെങ്കിലും ഭാര്യയാണെങ്കിലും പെങ്ങളാണെങ്കിലും പിന്നിലേക്ക് നിൽക്കണം. സ്വന്തം ഉമ്മയാണെങ്കിലും ആ ഉമ്മയുടെ പിന്നാലെ നിന്നുകൊണ്ട്
വകതിരിവുള്ള ഒരു ആൺകുട്ടിക്ക് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ ആണാണല്ലേ, പെണ്ണ് അള്ളാഹ് ഓരോരുത്തർക്കും കൊടുത്ത ഓരോ സ്ഥാനമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സ്ത്രീ തന്നെ പുരുഷൻ തന്നെ അവരുടെ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ. അത് പ്രകൃതി നിയമമാണ്, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ലൈസ മിന്നാ മൻ ലതമൽ ഖുദൂദ്, മയ്യത്തിന്റെ പേരിൽ വിലപിച്ചുകൊണ്ട് മുഖത്തടിക്കുന്ന ആളുകള്, മയ്യത്തിന്റെ പേരിൽ വിലപിച്ചുകൊണ്ട് മുഖത്തടിച്ചുകൊണ്ട് കരയുന്ന ഒരു സ്വഭാവം പണ്ടുണ്ട്. വശഖൽ ജുയൂബ, അതുപോലെ തന്നെ കുപ്പായം കീറുന്ന ഒരു സ്വഭാവം, സങ്കടം സഹിക്കാൻ പറ്റാതെ. പണ്ടത്തെ പോലെ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവം, അല്ലാ എന്റെ പതൽ രാത്രി ചോർന്നിട്ട് കിടന്നല്ലേ, എന്റെ വാപ്പ വരാൻ പറഞ്ഞിട്ട് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലുണ്ടല്ലോ, അതാണ് ഈ വിളിച്ചു പറയാന്നുള്ളത്. ആ പറയുന്ന രൂപത്തിലുള്ള കരച്ചിലും അങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്നിൽപ്പെട്ടവരല്ല. അവരാരല്ല? മുസ്ലിമല്ല കേട്ടോ. അപ്പൊ നമ്മളെ സമയം ഇവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ സ്ത്രീനെ ഭർത്താവിനെതിരെ ഭാര്യയെ പറഞ്ഞു തിരിക്കുന്ന ആൾക്കാർ, അത് ഉമ്മയാണെങ്കിലും ശരി ആണെങ്കിലും ശരി, ഒരു കെട്ടിയ ഭർത്താവിനെതിരെ ഭാര്യയെ എതിരാക്കുന്നവർ നമ്മിൽപ്പെട്ടവരല്ല. ഹദീസ് വായിക്കാൻ സമയമില്ല. അതേപോലെ അന്യന്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നവൻ, അല്ലെങ്കിൽ തന്റെ കീഴിലുള്ള അടിമയെ വേലക്കാരിയെ വ്യഭിചരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ പറയുകയുണ്ടായി. അതുപോലെ ശകുനം, സിഹിർ, അതുപോലെ ഭാവി, ജ്യോത്സ്യം ഇതൊക്കെ നോക്കുകയും അത് നോക്കി കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മിൽപ്പെട്ടവരല്ല എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ പെടാത്തവരുണ്ട്. അതൊക്കെയാണ് നമുക്ക് പിന്നീട് കുറച്ചുകൂടെ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോ നമ്മള് പഠിച്ചതിനേക്കാൾ ഇനിയും ധാരാളം പഠിക്കാനുണ്ട്. അള്ളാഹു ഇൽമ് നാഫിയായ ഇൽമ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കൂടുതൽ പഠിക്കാനും അമലുകൾ നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ റമദാനാണ്. ഒരിക്കൽ കൂടെ പറയുകയാണ്, സാധാരണ പോലെ ഉറങ്ങാൻ ശ്രമിക്കരുത്, സാധാരണ പോലെ സമ്പാദിക്കാനും സാധാരണ പോലെ സമയം ചെലവഴിക്കാൻ നോക്കരുത്. മറിച്ച് റമദാനിലേക്ക് ഒന്ന് ചുരുങ്ങണം. ഇങ്ങോട്ട് ദുനിയാവൊന്ന് ചുരുങ്ങിയിട്ട് പരലോകത്തേക്കൊന്ന് വിശാലാകണം. സ്വർഗത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉറക്കം കുറയ്ക്കാൻ, അതേപോലെ കുറച്ച് സമയം കച്ചവടമോ ജോലി എന്തായാലും കുറച്ച് സമയം അതിലൊന്ന് കുറച്ച് കടെടുത്തിട്ട് പള്ളിയിലും ഖുർആനിലും ദിക്റിലും ദുആയിലും നന്മയിലും ചെലവഴിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് അറിയാവുന്ന കവാടത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ ജന്നാത്തുൽ ഫിർദൗസിൽ ആദ്യം പോകുന്നവരിൽ റസൂലുള്ളാഹിയുടെ അയൽക്കാരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد وآله. السلام عليكم ورحمة الله. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.